ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഹാർട്ട് കില്ലേഴ്സ് എന്ന സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഫഡയിലും ബൈസണും സത്യമൊക്കെ മനസ്സിലാക്കി കാണ്ടിനും സ്റ്റൈലിനും ഇട്ട് കുറേ പണിയൊക്കെ കൊടുത്തു. അങ്ങനെ എൻഡിങ്ങിൽ ഇപ്പോൾ നമ്മുടെ ബൈസനെയും കാണ്ടിനെ അന്വേഷിച്ച് സ്റ്റൈലിനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫഡയിലിൻ്റെ വണ്ടിയിൽ പോകുന്ന തരം നമ്മൾ കണ്ടത്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഇവരിങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഫഡയിൽ പറഞ്ഞ അനുസരിച്ച് ഇവരൊരു ഹോട്ടലിൻ്റെ അവിടെ വന്ന് നിർത്തുവാണ്. ആ സമയം നമ്മുടെ സ്റ്റൈലാണെങ്കിൽ എന്തു പറ്റി ഇവിടെ നിർത്തിയത്, നമ്മളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫഡയിൽ ആദ്യം മറുപടി അറിയുന്നില്ല. ആ സമയം സ്റ്റൈൽ അറിയാൻ വേണ്ടിയിട്ടല്ലോ ഒന്ന് പറഞ്ഞുകൂടി എന്ന് നോക്കുന്ന ടൈമിൽ അത് പിന്നെ ബൈസനോട് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ഇവിടെ കാണും, അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ അപ്പോൾ പോയി നോക്കിയിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം തോക്കെടുത്ത് ചൂണ്ടിയിട്ട് മര്യാദയ്ക്ക് ഇറങ്ങി എൻ്റെ മുന്നിൽ നടന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റൈലാണെങ്കിൽ ഇവന് തോക്ക് കണ്ടിട്ടൊന്നും പേടിയില്ല, പിന്നെ മടുത്തിട്ട് ഇറങ്ങി കൂടെ നടക്കുവാണ്. അങ്ങനെ നടന്നിട്ട് ആ ഒരു ഹോട്ടൽ നോക്കി അടുത്ത ലേഡിയുടെ അടുത്ത് നിന്നിട്ട് ബൈസൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പയ്യൻ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ ആ ലേഡി, ആ പയ്യൻ മുമ്പ് വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, എന്നാൽ ഈ ഇടയ്ക്കൊന്നും വന്നില്ല. അല്ല, നീ ആ പയ്യനോട് വന്നിരുന്നതല്ലേ, ഇപ്പം എന്ത് പറ്റി, ആ പയ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ അതെ അതെ, അതാണെങ്കിൽ അവൻ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അനിയനാണ്, ഭയങ്കര കുരുത്തക്കെട്ട ചെക്കനാണ്, അവൻ വീട്ടിൽ നിന്ന് അവൻ്റെ ബോയ് ഫ്രണ്ടിനോട് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയം ലേഡി, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണ്, അടിച്ച് പൊളിച്ച് സമയം കഴിഞ്ഞ് രണ്ടും കൂടെ അടിച്ച് വിരിയുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലോട്ട് വന്നോളും, വലിയ കാര്യമാക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം സ്റ്റൈലാണെങ്കിൽ ഇപ്പോഴും ഫഡയിലെ ബോയ് ഫ്രണ്ടെന്ന് വിളിച്ചിട്ട് എവിടത്തെ ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഫഡയിൽ അവനെ നോക്കുന്നുണ്ട്. ആ സമയം ആ ലേഡിയാണെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു റൂം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഫഡയിൽ വേണ്ടെന്ന് പറയുന്നത്, എന്ന് സ്റ്റൈൽ വേണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡയിൽ നീ എന്തിനാ വേണമെന്ന് പറഞ്ഞെന്ന് വെച്ചപ്പോൾ സ്റ്റൈലാണെങ്കിൽ വണ്ടി ഓടിച്ചോടിച്ച് പക്ഷേ GMP ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡയിൽ പക്ഷേ കളയാൻ ടൈമില്ല എന്ന് പറഞ്ഞപ്പോൾ സ്റ്റൈൽ എന്താ ചെന്നോടനെ നമുക്ക് എടുക്കാനായിട്ട് ബൈസനവിടെ നിന്ന് തരുവാണോ, നമുക്ക് പതുക്കെ പോയാൽ പോരെ, എനിക്ക് റെസ്റ്റ് എടുക്കണം, എൻ്റെ കൈയൊക്കെ വേദനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ലേഡി അതെ അതെ, പാവം നിൻ്റെ ബോയ് ഫ്രണ്ട് കണ്ടില്ലേ എന്തുമാത്രമാണ് പറയുന്നത്, ഒന്ന് സമ്മതിച്ചൂടെ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡയിൽ അവൻ എൻ്റെ ബോയ് ഫ്രണ്ടൊന്നും അല്ല എന്ന് പറയാം. അതിനുശേഷം അടുത്തിന് കാണ്ടിനെ കാണിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻ്റെയിൽ കാണ്ടിനെ നിർബന്ധിപ്പിച്ച് ആര് വെള്ളത്തിലേക്ക് ചാടിക്കുന്നതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ കാണിക്കുമ്പോൾ കാണ്ട് ബെഡിൽ ഉറക്കം എഴുന്നേറ്റപ്പോൾ അവന് പരിചയമില്ലാത്ത റൂം. അങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. അവനങ്ങനെ നോക്കി നോക്കി ആ ഒരു വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, അപ്പോഴും ആരും തന്നെ കാണുന്നില്ല. അങ്ങനെ അവൻ ഇതേതാ സ്ഥലം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ബൈസൺ ഒരു തോക്കം കൊണ്ട് അവൻ്റെ പുറകെ വന്ന് നിൽക്കുകയാണ്. ആ സമയം കാണ്ട് നിൻ്റെ വീടാണെന്ന് ചോദിച്ചപ്പോൾ അതെ എൻ്റെ വീടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ആ സമയം കാണ്ടാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അതേസമയം ബൈസൺ നേരത്തെ വെള്ളത്തിൽ വീണപ്പോൾ നിനക്ക് വയ്യാത്ത പോലെ നീ അഭിനയിച്ചാണെന്ന് ചോദിച്ചപ്പോൾ അല്ല, എനിക്ക് ശരിക്കും വെള്ളം പേടിയാന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ നല്ല കറക്റ്റ് റീസൺ പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ കാണാണെങ്കിൽ എല്ലാവർക്കും ഓരോ പേടിയില്ല, അതുപോലെ എനിക്ക് വെള്ളം പേടിയാന്ന് പറയാണ്. ആ സമയം ബൈസനാണെങ്കിൽ അങ്ങനെയൊക്കെയാണോ, അത് ശരി എന്നൊക്കെ രീതിയിൽ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ആ സമയം കാണ്ട് പ്ലീസ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരം എന്താ, ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാനാ, എന്തൊക്കെയായാലും നിൻ്റെ ലൈഫിന് ബാക്കിയുള്ളതൊക്കെ എൻ്റെ കയ്യിലാണ്, നീയാണെങ്കിൽ ഇവിടെ കിടന്ന് തന്നെ മരിക്കും, നീ എൻ്റെ അടുത്ത് എങ്ങനെയാണോ ചെയ്തത് അതിനെല്ലാം പകരം വീട്ടിൽ ചിരിക്കും, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം എല്ലാം കാണണ്ടേ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യ്, നിനക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ എന്ത് ഫീലിംഗാണ് തോന്നുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ബൈസൺ ഇനി നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് തോക്കും ചൂണ്ടി തന്നെ നിൽപ്പുണ്ട്. അതിനുശേഷം അടുത്ത് സ്റ്റൈലിനെയും ഫഡയിലിനെയും കാണിക്കുമ്പോൾ ആ ലേഡിയുടെ ആ ഒരു ഹോട്ടലിൽ റൂമൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് റൂമായിട്ട് ഇവർ വന്ന കാറിൽ തന്നെ ഇവർക്ക് മെത്തയും 2 പില്ലോ ഒക്കെ വെച്ചിട്ട് ഒരു ബെഡ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ആ സമയം ആ ലേഡിയാണെങ്കിൽ ഇന്ന് വേറെ റൂമില്ലാങ്ങി കേട്ടാ, നിങ്ങളിപ്പോൾ ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ഇതൊക്കെ വേറെ വെറൈറ്റി അല്ലേ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവർക്ക് കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിട്ട് തന്നെ ഇൻറ്റിമേറ്റ് ആകുമ്പോൾ യൂസ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ആ ലേഡി പോവുകയാണ്. ഇതേ സമയം നമ്മുടെ സ്റ്റൈലാണെങ്കിൽ എന്തൊക്കെ ചെയ്താലും ശരി ഈ ചെക്കൻ്റെ സ്വഭാവം മാറത്തില്ല. ഇവ ഹിറ്റ്മാനാണെന്ന് അറിഞ്ഞിട്ടും കയ്യിൽ തോക്കിരുന്നിട്ട് ഇവൻ്റെ ഇത് മാറുന്നേ ഇല്ല. ഇവ അവിടെ നിന്നുകൊണ്ട് നമുക്ക് വീണ്ടും ചെയ്യണ്ടേ, ഈ തീം നല്ല രസമുണ്ട്, കാറിൽ വെച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ വെറൈറ്റിയാ എന്നൊക്കെ പറഞ്ഞിട്ട് അവ ഇട്ടുന്ന ആ ഒരു ഷർട്ടിൻ്റെ പുറത്തുള്ള ആ ഒരു സംഭവമൊക്കെ ഊരി മാറ്റുന്നുണ്ട്. ആ സമയം ഫഡയിൽ ഇവൻ്റെ അടുത്ത് വരുന്നുണ്ട് സമ്മതിച്ച് കൊടുക്കുന്ന പോലെ, എന്നിട്ട് അവൻ്റെ കയ്യിൽ ഹാൻഡ് കഫ് ഇടാണ്. ആ സമയം ഉടനെ ഞാൻ ഓടിപ്പോകുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫഡയിൽ എനിക്ക് നിന്നെ വിശ്വാസമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ എനിക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതിനെ അഴിച്ചു വിട്ടോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് കഫൊക്കെ ഉപയോഗിച്ചിട്ട് ആ രീതിയിൽ ഇൻറ്റിമേറ്റ് ആയാലും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഫഡയിൽ നീയല്ലേ വണ്ടി ഓടിക്കാൻ പോയി ടയേർഡാണെന്ന് പറഞ്ഞത്, ടയേർഡാവുന്ന റീസൺ മറ്റൊന്നും ആയിരിക്കത്തില്ല, നീ ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്നുണ്ട്, വാടച്ച് മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് അവൻ മൈൻഡ് ചെയ്യാതെ പോവാണ്. അതിനുശേഷം ഇവരുടെ ഉറങ്ങാൻ കിടക്കുവാണ്. ആ ടൈമിൽ സ്റ്റൈൽ കരഞ്ഞുകൊണ്ട് നമ്മുടെ ഫഡയിലിൻ്റെ അടുത്ത്, ഫഡയിൽ നീ എന്നെ കൊന്നു കളയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് എൻ്റെ അച്ഛൻ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നും പിന്നെ അച്ഛന്
മെക്കാനിക് ഷോപ്പ് സ്വന്തമായിട്ട് നടത്തിക്കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അത് ക്വിറ്റ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ ഉള്ള സേവിങ്സ് വെച്ചിട്ട് നന്നായിട്ട് ജീവിക്കാനും ഒക്കെ നീ പറയണം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അമ്മേനെ കണ്ടത് കുഞ്ഞിലെയാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മേനെ കാണാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ നീ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ അമ്മേനെ പൊന്നോനെ നോക്കിക്കോളാം നീ പറയണമെന്ന് പറഞ്ഞിട്ട് ഇവൻ കരയുന്നുണ്ട്. എന്തുകൊണ്ടോ ഇവൻ്റെ ഈ കരച്ചിലും വാക്കുകളൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഫഡേലിന് ഭയങ്കരമായിട്ടൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഇവനെ സമാധാനിപ്പിക്കണമെന്നൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനെ സ്വയം കൺട്രോൾ ചെയ്തിട്ട് അതിലൊന്നും വീഴാതെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ കാണ്ടിനെയും ബൈസനെയാണ്. ബൈസനിപ്പോൾ കാണ്ടിനെയാണെങ്കിൽ കടലിൻ്റെ ആ ഒരു തീരത്തിൻ്റെ അവിടെ കൊണ്ടുവന്നേക്കാണ്. കാരണം ഇവൻ്റെ വീട് ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് മീൻ പിടിക്കാനൊരു വല ഇട്ട് കൊടുത്തിട്ട് പോയി മീൻ പിടിച്ചിട്ട് വരാൻ പറയാണ്. ആ സമയം കാണ്ട് ഞാനതിന് മീൻ പിടുത്തക്കാരനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് കഴിക്കാൻ വല്ലതും വേണ്ടേ, നിനക്കിവിടെ വച്ച് വിളമ്പി തരാനൊന്നല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്, എന്തെങ്കിലും വേണമെങ്കിൽ വല്ല മീൻ പിടിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. ആ സമയം കാണ്ട് പക്ഷേ എനിക്ക് വെള്ളം പേടിയെന്ന് പറഞ്ഞപ്പോൾ വയസ്സിനാണെങ്കിൽ അതൊന്നും എനിക്കിത് പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞിട്ട് പോയി മീൻ പിടിക്കാൻ പറയുവാണ്. ആ സമയം കണ്ട് പോകുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ അനിയനെ ഒന്ന് വിളിച്ചോട്ടെ, ഞാൻ എവിടെയാണെന്നറിയാതെ അവൻ ടെൻഷനായി ഇരിക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ അതൊന്നും പറ്റത്തില്ല, നീയാണെങ്കിൽ ഈ ഒരു വൃത്തികെട്ട പണിക്ക് ഇറങ്ങുന്ന നേരത്ത് നിൻ്റെ അനിയനെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ, എന്നെ പറ്റിക്കുന്ന നേരത്ത് അവനെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം കണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തതേ അവന് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ എല്ലാ കേസും പുറത്തെടുക്കുമെന്ന് പറഞ്ഞ് പോലീസുകാർ എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാൻ ജയിലിലായി കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്കാവും, അവൻ്റെ ലൈഫ് തകരും, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ അതൊന്നും തന്നെ കേൾക്കാൻ റെഡിയാവുന്നില്ല. അവനാണെങ്കിൽ ഇനി നീ കള്ളം പറയാനാണ് വിചാരിക്കുന്നത്, മര്യാദയ്ക്ക് പൊക്കോന്നും പറഞ്ഞിട്ട് അവനെ ഗണ്ണ് കാണിച്ച് പേടിപ്പിച്ച് മീൻ പിടിക്കാനായിട്ട് വെള്ളത്തിലോട്ട് വിടുന്നുണ്ട്. എന്നാൽ അപ്പോഴും അവന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നല്ല പേടിയുണ്ട്. എന്നാലും ഒരു കൈ നോക്കിയേക്കാന്ന് കരുതിയിട്ട് കാണ്ട് കുറച്ചൊന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ആ വല വീശുവാണ്. ഭയങ്കര കഴിവുള്ളത് കൊണ്ട് തന്നെ അവൻ വീശുന്ന വല അവൻ എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെ വീഴുന്നുണ്ട്. അത് കണ്ടിട്ട് ബൈസൺ എൻ്റെ ദൈവം എന്തൊരു കഷ്ടമാണെന്നുള്ള രീതിയിൽ തലയ്ക്ക് കയ്യും കൊടുത്തേക്കാണ്. പക്ഷേ കാണ്ട് ആ ഒരു വല വലിക്കുന്ന ടൈമിന് 1-2 സാധനങ്ങൾ കിട്ടിയായിരുന്നു. വേറൊന്നുമല്ല, പ്ലാസ്റ്റിക് ബോട്ടിൽസാണ്. ആ സമയം ബൈസൺ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീനൊന്നും കിട്ടാൻ പോകുന്നില്ല, അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട്. ആ സമയം കാണ്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കിട്ടിയതുകൊണ്ട് തന്നെ അതിനെയൊക്കെ കണ്ടിട്ട് എന്തുവല്ലേ ഇത്, ആൾക്കാരൊക്കെ വെള്ളത്തിലേക്ക് നശിപ്പിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബൈസനാണെങ്കിൽ പ്രകൃതിയെ സ്നേഹിച്ചാൽ മതി, പോയി മീൻ പിടിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണ്ട് മീനും പിടിച്ചിട്ട് വരുന്നുണ്ട്. എന്നാൽ പിടിച്ചുകൊണ്ട് വന്നത് വെറും 2 കുഞ്ഞു മീനായിരുന്നു. ആ സമയം ബൈസൺ ഇതൊക്കെ എങ്ങനെ ആൾക്കാർക്ക് തികയാനെന്ന് ചോദിച്ചപ്പോൾ കാണ്ടാണെങ്കിൽ നീ ഇവിടെയുള്ള നാട്ടുകാർക്ക് മൊത്തം കൊടുക്കാൻ നിൽക്കുവാണെങ്കിൽ തികയൂല, നമുക്ക് 2 പേർക്ക് മാത്രമാണ് തികയൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ മറ്റൊന്നും പറയുന്നില്ല, പകരം ഒരു നനഞ്ഞിരിക്കുന്ന തീപ്പെട്ടി കൊടുത്തിട്ട് അങ്ങോട്ട് തീ കൂട്ടിയിട്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സമയം കാണ്ട് ഇത് നനഞ്ഞിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബൈസനാണെങ്കിൽ മുമ്പത്തെ ആൾക്കാരൊക്കെ ഇവിടേക്ക് ഇതുപോലെ കാട്ടിൽ തീ കൂട്ടി തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ നീ ശ്രമിച്ചാലും നടക്കും, അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ബൈസൺ വിശാലമായിട്ട് തണലത്ത് ചെന്നിരിക്കുവാണ്. അങ്ങനെ കാണ്ട് ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അതേ ടൈമിന് ടോം ഹാങ്ക്സ് എന്ന് പറയുന്ന ഒരാളുടെ ഏതൊരു സിനിമ നമ്മുടെ കാണ്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇതേപോലെ അയാൾ കാട്ടിലിങ്ങനെ വന്ന് പെടുകയും അങ്ങനെ അയാളെന്താ തീ കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം കാണ്ടാണ് ഈ സിനിമ അടിച്ചുള്ളത് കൊണ്ട് തന്നെ ബൈസനോട് ടോം ഹാങ്ക്സിനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ തീപ്പെട്ടി മാറ്റിയിട്ട് ആ ഒരു സിനിമയിലുള്ള ട്രിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ എന്തോ കുഞ്ഞ് കമ്പ് കഷ്ണമൊക്കെ വെച്ചിട്ട് എല്ലാം കൂടെ തമ്മിൽ ചേർത്ത് ഉരച്ചിട്ട് തീ കൂട്ടാനുള്ള ശ്രമം നടത്തുവാണ്. അതേസമയം ആ സിനിമയിൽ അയാളുടെ കൂടെ അയാളുടെ ഫ്രണ്ടായിട്ടുള്ള വിൽസൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ഈ ഒരു സീനിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബൈസനെ കാണ്ട് വിൽസൺ വിൽസൺ എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയം ബൈസൺ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഇതുപോലെ ആളുടെ ഫ്രണ്ടാണ് സിനിമയിലുള്ള ക്യാരക്ടറാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കാണ്ട് കുഴപ്പമില്ല, ആ സിനിമയിൽ ആ സീനിൽ വിൽസൺ ഒന്നും അധികം സംസാരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ചുമ്മാ കേട്ടോണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വിൽസൺ എന്ന് വിളിച്ചുകൊണ്ട് ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ടൈമിന് കാണ്ടിൻ്റെ കൈയൊന്ന് മുറിയുന്നുണ്ട്. ബൈസനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അവനെ ഹെൽപ്പ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ മനസ്സാണെങ്കിൽ അങ്ങ് കല്ലാക്കി വെച്ചിട്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, ഇത് കണ്ടാൽ ഞാൻ മൈൻഡ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ നിന്നിട്ട് ഒരു ലൈറ്റർ എടുത്ത് കൊടുക്കുകയാണ്. ബൈസൻ്റെ ഓൾറെഡി ലൈറ്റർ ഉണ്ടായിട്ടാണ് കാണ്ടിനായിട്ട് കഷ്ടപ്പെടുത്താനായിട്ട് നാണെങ്കിൽ തീപ്പെട്ടി എടുത്ത്. ആ സമയം കാണ്ട് ഇതങ്ങ് ആദ്യമേ തന്നാൽ പോരായിരുന്നു എന്ന് പറയാണ്. കാരണം കുറച്ചെങ്കിലും തീയൊക്കെ ഇടുന്നുണ്ട്. ആ ഒരു ടൈമിന് ബൈസനാണെങ്കിൽ നമുക്ക് ഈ ഒരു മീൻ മാത്രം പോരല്ലോ, ചോറും കൂടെ വേണ്ടേന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് അതിനിപ്പോൾ എന്താ, ഞാൻ ഇവിടെ വല്ല അരിയുടെ കൃഷി നടത്തണമെന്ന് വെച്ചപ്പോൾ നീ ഇങ്ങനെ വലിയ കോമഡി അടിക്കണ്ട, ഞാൻ പോയിട്ട് എവിടെന്നെങ്കിലും അരി സംഘടിപ്പിക്കാം, നീ എന്നാൽ അത് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാണ്ടിൻ്റെ കൈ മുറുകിയിരിക്കണോണ്ട് തന്നെ ബൈസനാണെങ്കിൽ ഒരു ബാൻഡേജ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണ്ട് അവിടെ നിൽക്കുന്ന ടൈമിൽ ഒരാളങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ കാണ്ടെന്ന് പേടിക്കുന്നുണ്ട്. ആ സമയം അയാൾ ബൈസൺ ഇവിടെ ഇല്ലെന്ന് വെച്ച് വരാണ്. അയാളാണെങ്കിൽ നമ്മുടെ ബൈസൺ അവിടെ ഇല്ലാത്ത ടൈമിന് ബൈസൻ്റെ വീട് നോക്കിയിരുന്ന ആളാണ്. ആ സമയം കാണ്ട് നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്ന ടൈമിന് അത് പിന്നെ ഞാനാണെങ്കിൽ ബൈസൻ്റെ പാരൻസിൻ്റെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ബൈസൻ്റെ പാരൻസിന് ഒരു ഹോട്ടലുണ്ടായിരുന്നു,
എന്നാൽ അവൻ്റെ പാരൻസ് രണ്ടുപേരും കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നെ ബൈസണും ഇങ്ങോട്ടേക്ക് വരാറില്ല. എപ്പോൾ വന്നാലും അവനും ഭയങ്കര വിഷമത്തില്ല. ഇപ്പോൾ അവൻ അവൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവന്നതിലും ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയാണ്. ആ സമയം കാണ്ട് കൊല്ലപ്പെട്ടെന്ന് എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ അയാളാണെങ്കിൽ അത് ബൈസൻ്റെ പാരൻസിനെ രണ്ടുപേരെയും അവരുടെ സ്ഥലം കൊടുക്കാത്തതുകൊണ്ട് തന്നെ കൊന്നു കളഞ്ഞു. അത് ന്യൂസിലപ്പോൾ ഉണ്ടായിരുന്ന വളരെ വലിയൊരു വാർത്തയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം അയാൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവർക്ക് കിട്ടുള്ള ഫുഡുമായിട്ടായിരുന്നു. അങ്ങനെ അയാളാണെങ്കിൽ ഈ ഫുഡ് 2 പേർക്ക് തികയുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫുഡും കൊടുത്തിട്ട് അയാൾ പോകുന്നുണ്ട്. അതിനുശേഷം സ്റ്റൈലിനെയും ഫടയിലിനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ടൈമിന് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി നോക്കുന്ന ടൈമിന് വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഫടയിലാണെങ്കിൽ വണ്ടി നന്നാകാനായിട്ട് നമ്മുടെ സ്റ്റൈലിനോട് പറയാണ്. എന്നാൽ സ്റ്റൈലാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ ഫടയിൽ നോക്കുന്ന ടൈമിന് ഫടയിൽ പറ്റി അത് എവിടത്തെ മെക്കാനിക്കാണെന്ന് നോക്കുന്ന സമയത്ത് സ്റ്റൈല് ടൂൾസ് ഇല്ലാതെ ഞാൻ പിന്നെ എന്ത് ശരിയാകാൻ എനിക്ക് ടൂൾസ് കൊണ്ടുവന്ന് പറയുന്നുണ്ട്. ആ സമയം ടൂൾസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫടയിൽ അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഫടയിൽ അവന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോണിന് സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഡോൺ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആ സമയം അവനാണെങ്കിൽ സ്റ്റൈലിനെ നോക്കിയിട്ട് ഇവിടെ അടുത്തുനിന്ന് ഗ്യാരേജ് ഉണ്ടെന്ന് തോന്നുന്നില്ല, ഒരു കാര്യം ചെയ്യും നീ വണ്ടി തള്ളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ എന്നെ ഞാൻ വണ്ടി തള്ളാനോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഈ പൊരി വേരത്ത് വണ്ടി തള്ളിക്കഴിഞ്ഞാൽ നീ എന്നെ വെടിവെച്ച് കൊള്ളുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് തീരുമാനം ഞാൻ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയമാണെങ്കിൽ അതൊന്നും വക വയ്ക്കാൻ നിൽക്കാതെ കടയിൽ പോയി വണ്ടി തള്ളു, എൻ്റെ ഒരു കൈ ഇപ്പോഴും പ്രശ്നമായിട്ടിരിക്കുക, ഒരു കൈ വെച്ചിട്ട് എനിക്ക് തള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഫടയിൽ വണ്ടിക്കകത്ത് കയറിയിരിക്കുകയാണ്. അങ്ങനെ സ്റ്റൈൽ വണ്ടി തള്ളുന്നുണ്ട്. കുറേ ദൂരം എത്തിയപ്പോഴത്തേക്കും സ്റ്റൈൽ ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിർത്തുവാണ്. ആ സമയം ഫടയിലും പുറത്തിറങ്ങിയിട്ട് അവൻ്റെ ബാഗിൽ നിന്ന് വെള്ളമോ ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ ഇന്ന് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുകയാണ്. സ്റ്റൈൽ നോക്കുന്ന കണ്ടിട്ട് പാവം തോന്നിയിട്ട് അവനും കൊടുക്കുന്നുണ്ട്. ആ സമയം സ്റ്റൈലാണെങ്കിൽ നീ ഫുള്ള് പ്രിപ്പേർഡ് ആയിട്ടാണല്ലോ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഫടയിൽ ഞാൻ എപ്പോഴും പ്രിപ്പേർഡാണ്, നീയും നിൻ്റെ ഫ്രണ്ടും കൂടെ ഞങ്ങളുടെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും ബൈസനും കൂടെ ആയിട്ട് ഈ നേരം ഞങ്ങളുടെ ജോലിയൊക്കെ തീർത്തിട്ട് ലൈഫിൽ അടിച്ചു പൊളിക്കാനായിട്ടൊരു ബ്രേക്ക് എടുത്തേനെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ നടന്നൊക്കെ കഴിഞ്ഞു, അതൊക്കെ വിട്ടേക്ക്, ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ അടിച്ച് പൊളിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ വാടച്ചും ഉണ്ടാകുന്നിട്ട് വണ്ടി തള്ളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ ഇനി ഞാൻ ചെയ്യത്തില്ല, ഏതൊക്കെയോ ഒരു കാട്ടിൽ വന്ന് ഇവിടെ ഇപ്പോൾ വണ്ടിയും ബ്രേക്ക് ഡൗൺ ആയി വേറൊരു വണ്ടിയും കിട്ടാതെ പെട്ടിൽ നിൽക്കുക, എന്നിട്ട് പിന്നെയും തള്ളാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റത്തൊന്നുമില്ല, നിൻ്റെ വണ്ടി ഇവിടെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് നടന്നു പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ഇട്ട് വരത്തൊന്നുമില്ല, ആരെങ്കിലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റൈലാണെങ്കിൽ ഒരു പട്ടി പോലും ഈ വഴി കൂടെ വരുന്നില്ല, പിന്നെ നിൻ്റെ വണ്ടി ആര് കൊണ്ടുപോകാനാന്ന് പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ ഇവിടെ ഇട്ടിട്ട് പോയിട്ട് എൻ്റെ വണ്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നിൻ്റെ മെക്കാനിക് ഷോപ്പിൽ വന്നിട്ട് അവിടെ നിന്നൊരു കാറ് ഞാൻ എടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ ഒരു കാറോ, നീ എല്ലാ കാറും എടുത്തോ, എൻ്റെ ജീവനെ ഇപ്പം നിൻ്റെ ഇല്ല, നീ എല്ലാ കാറും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും മൊത്തത്തിൽ നീ അങ്ങ് എടുത്തോളാൻ പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ ഇവനിത് എന്തിൻ്റെ കുഴപ്പമെന്നുള്ള രീതിയിൽ ഇവന് അവനെ തന്നെ നോക്കുന്നുണ്ട്. അതിനുശേഷം കാണ്ടിനെയും ബൈസനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ ബൈസനാണെങ്കിൽ അയാൾ കൊണ്ടുകൊടുത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവനാണെങ്കിൽ കാണ്ടിനെ അവിടെ കെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് തന്നെ കാണ്ടിന് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. കാണ്ടാണെങ്കിൽ എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബൈസൺ പ്ലേറ്റിൽ ഫുഡും കൊണ്ട് ഇവൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഇവന് സ്പൂണിൽ കോരി കൊടുക്കാൻ പോകുന്ന ടൈമിന് ആ ഒരു ഫുഡ് അവൻ തന്നെ ഇറങ്ങി കളഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ട് ബാക്കി വന്നത് നീ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ചെന്നിരുന്ന് കഴിക്കാൻ തുടങ്ങുവാണ്. ആ സമയം കാണ്ട് എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, ഞാനിവിടെ കിടന്ന് മരിച്ചു പോകും, ഇതിനേക്കാളും നിനക്കങ്ങ് എന്നെ വെടിവെച്ച് കൊന്നാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബൈസനാണെങ്കിൽ അവൻ്റെ തോക്കും ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വന്നിട്ട് നിനക്ക് ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ സമയം കാണ്ടാണെങ്കിൽ സത്യയുടെ എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ നിന്നെ പറ്റിച്ചത്, മനഃപൂർവ്വമല്ല, ക്യാപ്റ്റൻ എന്നെ ഫോഴ്സ് ചെയ്തതാണ്, സത്യമായിട്ടും കാര്യമായിട്ട് പറയുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിവൻ പറയുന്നതിന് ബൈസൺ കേൾക്കുന്നില്ല. എന്നാൽ കാണ്ട് ഇവർ തമ്മിൽ ഒരുമിച്ച് ഷെയർ ചെയ്ത മെമ്മറീസിനെ കുറിച്ച് തന്നെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബൈസനാണെങ്കിൽ ഒത്തിരി ഇമോഷണൽ ആവുന്നുണ്ട്. ബൈസൺ അങ്ങനെ അവനെ ഒരു തോക്ക് വേണ്ടിയിട്ട് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ കാണ്ട് വീണ്ടും വീണ്ടും ഇതന്നെ പറയുമ്പോൾ അവനാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നുള്ളൊരു സിറ്റുവേഷനിൽ വരുന്നുണ്ട്. എന്നാൽ ബൈസൺ ഇവനെ ഷൂട്ട് ചെയ്യാതെ ഫുഡും അവിടെ വെച്ചിട്ട് അങ്ങ് നടന്നു പോവുകയാണ്. അതിനുശേഷം പിന്നീട് സ്റ്റൈലിനെ ഫടയിലിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റൈൽ പറഞ്ഞ പോലെ തന്നെ അവരുടെ വണ്ടി ആ ഒരു സ്ഥലത്തിട്ടിട്ട് ഇവർ രണ്ടുപേരും ഏതൊക്കെയോ വഴി കൂടെ നടന്നിങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ നടന്നപ്പോൾ കാട്ടിൻ്റെ ഇടയിലായിട്ട് ഒരൊറ്റ വീട് മാത്രം ഇരിക്കുന്ന കാണുവാണ്. ആ സമയം സ്റ്റൈൽ കണ്ടോ ഫസ്റ്റ് നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, നമ്മളിപ്പോൾ നടത്തു വന്നു, കാട്ടിനിടയിൽ ഒരു വീട് കണ്ടുപിടിച്ചു, ഇനി നമ്മൾ അകത്ത് കയറുമ്പോൾ മനുഷ്യരെ കൊന്നു നിന്ന ആൾക്കാരായിരിക്കും ഇതിൻ്റെ അകത്തുള്ളത്, സിനിമാ കഥ പോലെ തന്നെ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ എന്തായാലും നന്നായി, മനുഷ്യരെ കൊന്നു തിന്നുന്ന ആൾക്കാരാണെങ്കിൽ അവരെടുത്ത് ഞാനാണെങ്കിൽ നിന്നെ കൊന്നിട്ട് എനിക്ക് കഴിക്കാൻ തരാൻ പറയും, എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറയാണ്. ആ സമയം സ്റ്റൈൽ അങ്ങനെയൊന്നും പറയില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഫടയിൽ പേടിക്കാതിരിക്കുക, അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഷൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ സ്റ്റൈലിനെ വിളിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവരെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫടയിൽ വിളിക്കുന്നുണ്ട്. എന്നാൽ ആരും തന്നെ ഒന്നും റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഫടയിൽ
ഡോർ ഓപ്പൺ ആയതുകൊണ്ടും അങ്ങ് കയറി പോവുകയാണ്. ആ സമയം സ്റ്റൈലും കൂടെ കയറിയിട്ട് നമ്മൾ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഫഡേൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ വീടിന് ചുറ്റും നോക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിക്കുന്ന ടൈമിലാണ് 2 പയ്യന്മാർ അങ്ങോട്ടേക്ക് ഇറങ്ങി ഓടി വരുന്ന കാണുന്നത്. അതിലൊരു പയ്യൻ മറ്റേ പയ്യൻ്റെ അടുത്ത് നീ എന്നെ പറ്റിച്ചല്ലേ ചതിച്ചല്ലേ വഞ്ചക എന്ന് പറയുന്നുണ്ട്. അതിൽ അങ്ങനെ പറയുന്ന അവൻ്റെ പേര് പോപ്കോൺ എന്നും മറ്റേ പയ്യൻ്റെ പേര് ജിമ്മി എന്നുമാണ്. ഈ ജിമ്മിയും പോപ്കോൺ ആക്ച്വലി ലവേഴ്സാണ്. എന്നാൽ ജിമ്മി ഇവനെ പറ്റിച്ചു ചതിച്ചു. ജിമ്മി ആണെങ്കിൽ വേറെ ആരും സ്നേഹിച്ചു, ഇവനെ പറ്റിച്ചതാണ് ചതിച്ചാണെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ സമയം നമ്മുടെ സ്റ്റൈലിൻ്റെ പുറകെ കയറി ജിമ്മി ഒളിച്ചിട്ട് പോപ്കോണിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോപ്കോൺ ഞാൻ നിന്നെ വെറുതെ ഇവിടെ തരട കൊന്നുകളയെന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ സ്റ്റൈലിനെ ഫഡേലിനെ കണ്ടിട്ട് നിങ്ങളാരാ ഇവൻ്റെ വേറെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് വെച്ചിട്ട് അവരെ ഉപദ്രവിക്കാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ഫഡേലുണ്ടെ അവൻ്റെ തോക്കെടുത്ത് കാണിക്കുകയാണ്. അത് കണ്ടതും ജിമ്മിയും പോപ്കോണും പേടിച്ച് മാറി നിൽക്കുന്നുണ്ട്. പിന്നീട് സ്റ്റൈലും ഫഡേലും കൂടെ ഇവർ രണ്ടുപേരും ഒരിടത്ത് കെട്ടിയിടുവാണ്. എന്നിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ടൈമിന് നമ്മുടെ പോപ്കോണാണെങ്കിൽ ഞങ്ങളൊന്നും ചെയ്തേക്കല്ലേ, ഇവിടെ ഒന്നുമില്ല നിങ്ങൾക്ക് മോഷ്ടിക്കാനായിട്ട്, ഞങ്ങളെ വെറുതെ വിടണമെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ മോഷ്ടിക്കാനായിട്ട് വന്നതല്ല ഞങ്ങൾ, നിങ്ങൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചോണ്ടാ ഇവൻ തോക്കെടുത്ത് കാണിച്ചത്, അല്ലാണ്ട് ഞങ്ങൾ ഹെൽപ്പ് ചോദിച്ച് വന്നതായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും അത് വിശ്വസിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ വീണ്ടും ജിമ്മിയും പോപ്കോണും തമ്മിൽ നീ എന്നെ ചതിച്ചല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് ജിമ്മിയാണെങ്കിൽ ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല, സത്യമായിട്ട് എനിക്കിതിന് ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് പോപ്കോണാണെങ്കിൽ നീ പോടാ ഞാൻ നിന്നെ വിശ്വസിക്കത്തില്ല, ഇതുപോലുള്ള വഞ്ചകന്മാരെ കൊല്ലുക വേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ സ്റ്റൈലാണെങ്കിൽ ഫഡേലിനെ പറ്റിച്ച ആ ഒരു സംഭവമാണ് ഫഡേലിന് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അത് കേട്ടോണ്ട് ഫഡേൽ അവൻ്റെ തോക്കും കൊണ്ട് വന്നിട്ട് എങ്കിൽ പിന്നെ ഇവനെ ഞാൻ കൊല്ലട്ടെ എന്ന് ജിമ്മിയുടെ നേർക്ക് തോക്ക് ചൂണ്ടിയിട്ട് പോപ്കോണിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്നാൽ പോപ്കോൺ അയ്യോ വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ പക്ഷേ ഇവൻ നിന്നെ ചതിച്ചല്ലേ എന്ന് പറഞ്ഞപ്പോൾ പോപ്കോൺ ആണെങ്കിൽ അതെ പക്ഷേ എനിക്ക് ഇവരിപ്പോഴും ഇഷ്ടം, എനിക്ക് ഇവയില്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജിമ്മി സത്യമായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ കള്ളം പറഞ്ഞ് പറ്റിച്ചു ശരിയാണ്, പക്ഷേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളത് നിന്നെ ഒരാളെ മാത്രമാണ്, നമ്മളെ കല്യാണവും ഞാൻ കുളമാക്കിയെന്നറിയാം, എന്നാലും എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടെ ഒരു ഫഡേൽ ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. എന്നാൽ പോപ്കോൺ അവനൊന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ഇവരെ വീടിൻ്റെ ബാൽക്കണിയിൽ വെച്ച് തന്നെ ഒരു കല്യാണം പോലെ അറേഞ്ച് ചെയ്തിട്ട് അവർ അപ്പം തന്നെ കല്യാണം കഴിക്കുന്നതാണ്. നടത്തി കൊടുക്കാൻ പറ്റുമാരുമല്ല നമ്മുടെ സ്റ്റൈലും ഫഡേലുമാണ്. അങ്ങനെ കല്യാണമൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇപ്പോൾ ഉള്ള നമ്മുടെ ബൈസൻ്റെയും ഫഡേലിൻ്റെയും അമ്മേനെയാണ്. അപ്പോൾ നമ്മുടെ കീനും കൂടെയുണ്ട്. കീനും അവരെ അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. മേ ബി അവനെ അഡോപ്റ്റ് ചെയ്തെടുത്തായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം മകനായിരിക്കാം. അപ്പോൾ അവരാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ അവർ ലാസ്റ്റ് നമ്മുടെ ഫഡേലും ബൈസനും കൊല്ലാനിരുന്ന അവരുടെ പാരൻസിനെ കൊന്ന അയാളുണ്ടല്ലോ, അയാളെ കൊല്ലാനുള്ള പ്ലാൻ ഫെയിലായിപ്പോയി. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അയാളെ കൊല്ലണമെന്ന് പറഞ്ഞ് വർക്ക് ഏൽപ്പിച്ച ഒരു ടീമുണ്ട്. ആ ടീം കുറേ ക്യാഷും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിഷൻ ഫെയിലായതുകൊണ്ട് തന്നെ ആ പൈസ തിരിച്ച് കൊടുക്കാനായിട്ട് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കീനാണെങ്കിൽ അവൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്ന ടൈമിന് അവരാണെങ്കിൽ ഒരിക്കലല്ലേ മിഷൻ ഫെയിലായുള്ളൂ, അത് നമ്മൾക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന സംഭവമാണല്ലോ, പിന്നെ പൈസ തിരിച്ചു കൊടുത്താൽ അതും ഇപ്പോൾ ശരിയാകത്തില്ല, നിനക്ക് ബൈസനെയും ഫഡേലിനെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ, അവരിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ കീനാണെങ്കിൽ ഇല്ല, ഒരു വിവരവും ഇല്ല, അവർ രണ്ടുപേരും ഇവിടെ നിന്ന് ഓടിപ്പോയെന്നാണ് തോന്നുന്നത്, അവർക്ക് രണ്ടുപേർക്കും ഓൾറെഡി ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, ഞാനവരെ കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം അവരുടെ അമ്മ സീരിയസ് ആയിട്ട് നീ പറയണമെന്ന് വെച്ചപ്പോൾ കീൻ അതെ, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് അവരിവിടെ വന്നപ്പോൾ അവർ ചെയ്യുന്ന അവസാനത്തെ ജോലിയായിരിക്കും, അവർക്ക് ഈ ജോലിയിൽ നിന്നൊരു ബ്രേക്ക് വേണമെന്നും പറഞ്ഞല്ലോ. അപ്പോൾ അവരാണെങ്കിൽ ഇപ്പോൾ ചെയ്ത മിഷനും ഫ്ലോപ്പായല്ലോ, അപ്പോൾ പിന്നെ അവർ ഈ വർക്ക് നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം അവരുടെ അമ്മ അതിനും ചാൻസ് ഉണ്ട്, പക്ഷേ അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മുടെ അടുത്ത് അങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെ ഓടിപ്പോകുന്നത്, മിക്കവാറും അവരുടെ ബോയ് ഫ്രണ്ട്സ് വന്നപ്പോൾ അവർ ഡിസ്ട്രാക്റ്റഡ് ആയതായിരിക്കും, ഇനിയിപ്പോൾ അവർ തിരിച്ചു വന്ന് നമുക്കും പണിയാവാൻ ചാൻസ് ഉണ്ട്, ഞാൻ ഈ കെട്ടിപ്പണിതൊക്കെ ഒറ്റയടിക്ക് തകർത്ത് കളയാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ മോനെ, നീ മാത്രമാണ് എൻ്റെ ആകെയുള്ള പ്രതീക്ഷയെന്ന് പറയുന്നുണ്ട്. ആ സമയം കീൻ ഞാൻ ചെയ്തോളാം അമ്മ എന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവരിപ്പോൾ പറയുന്നത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അതിനുശേഷം കാണ്ടിനെ കാണിക്കുമ്പോൾ ബൈസൺ നേരത്തെ ഫുഡ് കഴിക്കാതെ ആ വിഷമിച്ച് എണീറ്റ് പോയതിനു ശേഷം തിരിച്ച് വന്നതേ ഉണ്ടായിരുന്നില്ല. ഇതേസമയം കാണ്ട് ബൈസൺ ബൈസൺ എന്ന് കുറേ വിളിക്കുന്നുണ്ട്, എന്നാൽ വിളിയേക്കുന്നില്ല. ഇതേസമയം കാണ്ട് താനെ അവനെ കെട്ടിയിരുന്ന കെട്ടഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് വലിയൊരു തടിക്കഷ്ണം എടുത്തുകൊണ്ട് നേരെ ബൈസൻ്റെ അടുത്ത് ചെല്ലുവാണ്. ബൈസൺ ഇപ്പോൾ ഒരു സൈഡിലായിട്ട് വിഷമിച്ച് ആ കടൽ തീർത്തിരിക്കുമായിരുന്നു. ഇവനാണെങ്കിൽ ബൈസനെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട് പോവാന്നുള്ള രീതിയിലാണ് ആ കമ്പും കൊണ്ടുവന്നത്. ബൈസനപ്പോൾ നീ അടിച്ചിട്ടിട്ട് പൊക്കോളാൻ പറയുന്നുണ്ട്. എന്നാൽ കാണ്ട് അതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട്
ആ കമ്പ് വലിച്ചെറിഞ്ഞ് ഇവൻ്റെ അടുത്തിരുന്നിട്ട് ബൈസൺ സീരിയസ് ആയിട്ട് പറയുക, എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്, നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നീ എന്നെ ഉറപ്പായിട്ടും വെടിവെച്ച് കൊന്നു ഇപ്പം തന്നെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തോക്കെടുത്ത് അവൻ നെഞ്ചിലോട്ട് ഇങ്ങനെ വയ്പ്പിക്കുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ വീണ്ടും ഇമോഷണൽ ആവുകയാണ്. കാണ്ട് നിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ഓരോ മൊമെൻറ്റും സത്യം പറഞ്ഞ് ഞാൻ ഹാപ്പി ആയിരുന്നു, എന്നാൽ നിന്നെ പറ്റിക്കുന്നതിൻ്റെ കുറ്റബോധം ഉണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ ആരാണ് എന്താണെന്ന് നിന്നെ മനസ്സിലാക്കിപ്പിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ശരിക്കും എനിക്കിതിനെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ മൊത്തത്തിൽ അങ്ങ് അവൻ്റെ കൺട്രോൾ പോയിട്ട് അവൻ കരയുവാണ്. എന്നിട്ട് നീ എന്നെ വീണ്ടും പറ്റിക്കുന്നില്ലേ എന്ന് വെച്ചപ്പോൾ കാണ്ട് ഒരിക്കലും അല്ല എന്നിട്ട് കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പം എന്നെ വിശ്വാസം അവൻ ചോദിക്കുകയാണ്. അങ്ങനെ ബൈസൺ അവനെ ഹഗ് ചെയ്തുകൊണ്ടിരുന്ന് കരയുവാണ്. പിന്നീട് അടുത്ത് ഫഡയിലെ സ്റ്റൈലിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പോപ്കോണിൻ്റെയും പിന്നെ ജിമ്മിയുടെയും കല്യാണം കഴിക്കാമായിരുന്നല്ലോ. അപ്പോൾ ഇവർ നാലുപേരിരുന്ന് ഫുഡ് കഴിക്കുവാണ്. ആ സമയം ജിമ്മി പോപ്കോൺ നല്ലൊരു കുക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലും എൻ്റെ ബോയ് ഫ്രണ്ടും നല്ല അടിപൊളി ബർഗർ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടും സ്റ്റൈലാണെങ്കിൽ അവൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം നിങ്ങൾ രണ്ടുപേരും എന്തിനാ കാട്ടിനിടയിലുള്ള വീട്ടിൽ വന്നിങ്ങനെ താമസിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജിമ്മിക്ക് പ്രകൃതിയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരിന്ന് കുറേ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സ്റ്റൈലും ഫടയിൽ എവിടെ പോകുന്ന വെച്ചപ്പോൾ സ്റ്റൈലിങ് ഞങ്ങൾ ജസ്റ്റ് റോഡ് ട്രിപ്പായിട്ട് റൊമാൻറ്റിക്കിനായിട്ട് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ജിമ്മിയും പോപ്കോണും കൂടെ ഡാൻസ് കളിക്കുവാണ്. അങ്ങനെ ഇവരെയും ഡാൻസ് കളിക്കാൻ വിളിക്കുന്നുണ്ട്. ആദ്യമൊന്നും ചെല്ലുന്നില്ല, എന്നാൽ പിന്നീട് ഇവർ ഡാൻസ് കളിച്ചുകൊണ്ട് ഇങ്ങനെ അവരുടേതായ ഒരു രീതിയിൽ നിൽക്കുന്ന ടൈമിന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ജിമ്മിയും പോപ്കോണും എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഇവർ ശ്രദ്ധിക്കുന്നതാണെന്ന് മനസ്സിലായിട്ട് ഉടനെ തന്നെ രണ്ട് ഫ്ലവർ പീസ് എടുത്തിട്ട് ഇവർ തലക്കടിച്ചൊരു ബോധം കെടുത്താനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് സ്റ്റൈൽ കാണുന്നതുകൊണ്ട് തന്നെ സ്റ്റൈൽ ഫടയിൽ നിന്ന് ഉറക്കെ വിളിക്കുകയാണ്. ഫടയിലുണ്ട് അവൻ്റെ തോക്കെടുത്ത് ഇവർക്ക് നേരെ ചൂണ്ടിയിട്ട് ആ ഫ്ലവർ ലേസിലേക്ക് വെടിവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ പ്ലാൻ ഫ്ലോപ്പ് ആവുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി ഇവർ കെട്ടിയിടുന്നുണ്ട്. എന്തിനാണ് ഇവർ രണ്ടുപേരും ഇപ്പം ഇങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല. മേ ബി ഇവരെ മോഷ്ടിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ ഇവരെ കെട്ടിയിട്ട് കഴിക്കുമ്പോൾ ഫടയിൽ നീ ഇവരെ വല്ലാണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ സ്റ്റൈല് അത് പിന്നെ അവർ ലവ് സ്റ്റോറി ആയിട്ടാണ് പോയി ഞാനങ്ങ് അറിയാണ്ട് വിശ്വസിച്ച് പോയെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ അവൻ്റെ കൈ കെട്ടിയിരിക്കുന്ന ഒരു പ്ലാസ്റ്റർ ഭയങ്കര എന്തോ അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവനത് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റൈൽ അത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫടയിലാണെങ്കിൽ കുളിക്കാനായിട്ട് ചെല്ലാണ്. ഇതേ ടൈമിനെ കാണ്ടിനെയും ബൈസനെയും കാണിക്കുമ്പോൾ ഇത്രയും നേരം കൊല്ലാൻ നടന്ന ബൈസൺ ഇപ്പോൾ കാണ്ടിൻ്റെ മടിയിൽ കിടക്കുവാണ്. കാരണം പ്രോബ്ലം ഒത്തിരി സോൾവ് ആയിട്ടുണ്ട്. ആ സമയം അവർ തന്നെ 5 മിനിറ്റ് മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുന്നുണ്ട്, കിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ കുറേ കാര്യം സംസാരിക്കുന്ന ടൈമിന് ബൈസൺ ഈ ഒരു ജോലി നിർത്തുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ബൈസൺ അത്ര എളുപ്പത്തിൽ നിർത്താൻ പറ്റില്ലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരിക്കൽ ഞാൻ നിർത്തി കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ പിന്നെ ഇവിടെ ഒന്ന് താമസിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കണ്ട് അതിനെന്താ നീ എവിടെ പോയാലും ഞാൻ കൂടെ കാണുമെന്ന് പറയാണ്. ആ സമയം ബൈസൺ അപ്പോൾ ബേബിയുടെ കാര്യം എന്താവുമെന്ന് വെച്ചപ്പോൾ അവൻ ഗ്രാജുവേറ്റ് ആയി കഴിക്കാം, പിന്നെ അത് അവൻ്റെ ലൈഫാണ്, അവൻ അവൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കാൻ പോകുന്നത്, അതവൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഫടയിലെല്ലാം കാണിക്കുമ്പോൾ അവനിപ്പോൾ അവിടെ കുളിക്കാനായിട്ട് പാട്ടബിലിങ്ങനെ കിടക്കുവാണ്. ആ സമയം സ്റ്റൈലും അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ ഡ്രസ്സ് മാറിയിട്ട് ഞാനും കൂടെ ജോയിൻ ചെയ്ത് പറഞ്ഞിട്ട് ഇവൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരും കുറേ നേരം സംസാരിക്കുന്ന ടൈമിന് ഇവൻ്റെ ഹിറ്റ്മാനായിട്ടുള്ള ജോലി നമ്മളെ കാണ്ടും ബൈസിനും എന്താണോ സംസാരിച്ചത് അതുപോലെ തന്നെ ഈ ഒരു ജോലി കിട്ടിയതിനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റൈലാണെങ്കിൽ ഇവനെയും വളയ്ക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ ട്രൈ ചെയ്യുന്നുണ്ട്. ഫടയിലാണെങ്കിൽ നിന്ന് കൊടുക്കും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവനവൻ്റെ മനസ്സ് മാറ്റിയിട്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തലയിരിക്കുന്നുണ്ട്. ആ സമയം സ്റ്റൈല് നീ എന്നെ കൊല്ലുന്നതിന് മുമ്പേ തന്നെ ഒരിക്കലെങ്കിലും നീ എന്നെ കൊണ്ട് കിസ്സ് ചെയ്യിപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് സ്റ്റൈൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയമാണ് ഇവരുടെ ബാട്ടബിൻ്റെ സൈഡിലായിട്ട് ചുമരിൽ ഒരു ഐലൻഡിൻ്റെ ഒരു ഫോട്ടോ ഉള്ളത് ഫടയിൽ ശ്രദ്ധിക്കുന്നത്. അത് കണ്ടപ്പോഴാണ് നമ്മുടെ ബൈസണ് ഐലൻഡിൻ്റെ അവിടെയായിട്ട് അവൻ്റെ വീടുള്ള കാര്യം അവൻ ആലോചിക്കുന്നത്. അങ്ങനെ ബൈസൺ മിക്കവാറും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ഇപ്പോൾ സ്റ്റൈലിൻ്റെ അടുത്ത് ഇവ ഉടനെ തന്നെ ബൈസൺ എവിടെയുള്ളതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ബൈ.